ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സോയ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു 2.5 കപ്പ് 3 കപ്പ് അളവിൽ മാത്രമേ വെള്ളം വെച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മളെ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കപ്പിലാണ് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വലിയ സൈസിലുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം തന്നെ നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേക്കണം. എങ്കിൽ മാത്രമേ ഉപ്പ് ഇതിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ സോയ ചങ്ക്സ് റെസിപ്പി തയ്യാറാക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ഡൗട്ട്, മെയിനായിട്ടുള്ള ഡൗട്ട് എന്തെന്ന് വെച്ചാൽ ഇതിപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണോ ഇതിലേക്ക് ചേർക്കുന്നതെന്നാണ്. അപ്പോൾ ഇല്ല, അങ്ങനെയല്ല. വെള്ളത്തിലിട്ടൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചൂട് വെള്ളത്തിലേക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഒരു 2 മിനിറ്റോളമായിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കണമെന്ന് നല്ല ചൂടാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട്, പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും. പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം മറക്കരുത്. കാരണം ഇതിനുള്ളിൽ ഇപ്പോൾ നിറയെ വെള്ളമാണുള്ളത്. അപ്പോൾ ആ വെള്ളം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ കടായിയെക്കുറിച്ച്. അപ്പോൾ ഈ കടായിയുടെ ഫുൾ റിവ്യൂ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കണം. ഇതിൻ്റെ യൂസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ചെറിയ ഏലക്ക, അതുപോലെ തന്നെ ഒരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം ഇഞ്ചിയും കൂടിയാണ്. ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ ഒരു ചെറിയ 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ആ ചില്ലാന്നുള്ള സൗണ്ടൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാള കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. സവാളയും ചെയ്തിട്ട് ഇനി വേണ്ടത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ഗോൾഡൻ കളർ വരുന്നത് വരെ നന്നായിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മസാല നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിക്കൊപ്പം അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ നമുക്ക് കുറയ്ക്കാവുന്നതും കൂട്ടാവുന്നതൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. ഇത്രയും മസാലകളും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്തെല്ലാം കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. കാരണം ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും മസാലയൊക്കെ. അതിൻ്റെ പേരിൽ ഈ സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 30 സെക്കൻഡ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 തക്കാളിയും കൂടിയാണ്. നന്നായിട്ട് പഴുത്ത തക്കാളിയിൽ 2 തക്കാളി.
തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നമ്മുടെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്തിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങിക്കോളും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സോയാ ചങ്ക്സും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ആ പച്ച ടേസ്റ്റ് അങ്ങനെ ഉണ്ടാകും. കാരണം അതിനുള്ളിൽ മസാലയൊന്നും പിടിക്കില്ല, നിറയെ വെള്ളമായിട്ടിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ഈ മസാലയുടെ വെള്ളമാണ് നമ്മുടെ സോയ ചങ്ക്സിൽ പിടിക്കേണ്ടത്. അതിൻ്റെ പേരാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. എന്നിട്ട് വലിയ വലിയ പീസൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സമയം ചേർക്കാം. സോയ ചങ്ക്സും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലെ കംപ്ലീറ്റ് വെള്ളവും വറ്റിച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഒരു 3-4 മിനിറ്റും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ സോയ ചങ്ക്സിനുള്ളിലേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മസാലയ്ക്കും സോയ ചങ്ക്സിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ തന്നെ ഇത് കഴിക്കാൻ പാകത്തിന് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. ഒരുപാട് ഡ്രൈ ആകുന്നത് വരെ നമ്മളിട്ട് വഴറ്റാൻ പാടില്ല. ഇങ്ങനെ മോയ്സ്ചർ ഉണ്ടാവണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടിയാണ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയേക്കണം. അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം പച്ചമുളകും കൂടിയാണ്. ഒരു 3 പച്ചമുളകാണ്. ഈ മുളകിൻ്റെ എരിവൊന്നും നമുക്ക് ഈ സോയ ചങ്ക്സിൽ കിട്ടത്തില്ല. നമ്മൾ ലാസ്റ്റിൽ ഇത് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് സെർവ് ചെയ്യണം. അപ്പോൾ എന്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാമെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നല്ല ജീര റൈസിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സോയ ചങ്ക്സ് ഒന്നും ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഈ സോയ ചങ്ക്സ് വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സോയ കറിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ തയ്യാറാക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ളൊരു പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.